നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഞാൻ ഇന്ന് ലൈവ് വന്നൊരു വിഷയം, ഇന്നലെ BJP-യുടെ കൊട്ടാരക്കര ഭാരവാഹികൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ ബാങ്കിന്റെ തൊട്ടടുത്ത ഒരു ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഒരു അലിഗേഷൻ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പറയുന്നത് ശ്രദ്ധിച്ചു. അതായത് പണക്കാർക്ക് മാത്രമേ ഇത് സാധ്യമാകൂ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു ബിൽഡിംഗ് നമ്മുടെ നാടിന്റെ യശസ് ഉയർത്തുന്ന, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ ഓരോ സംരംഭങ്ങൾ വരുത്തുന്നത് വളരെയേറെ ഇപ്പോഴത്തെ നിയമങ്ങൾ അനുസരിച്ച് വളരെയേറെ നൂലാമാലകൾക്കിടയിൽ അത് കൊണ്ടുവരുന്നത് സമൂഹത്തിന് നല്ലതാണ്, മുനിസിപ്പാലിറ്റിക്ക് നല്ലതാണ്, രാജ്യത്തിന് നല്ലതാണ്. അത് ജോലി സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഒരു സൈഡ്, അത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ ആ ബിൽഡിംഗ് വരുമ്പോൾ ആ ബിൽഡിങ്ങിലേക്ക് വാഹനം കയറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. ബിൽഡിംഗ് നിർമ്മാണത്തിൽ ഇത്ര സ്ക്വയർ ഫീറ്റിന് ഒരു പാർക്കിംഗ് എന്ന് വെച്ച് അത്തരത്തിൽ തന്നെയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി ലൈസൻസ് കൊടുക്കുന്നത്. അങ്ങനെ ലൈസൻസ് കൊടുത്ത് പെർമിറ്റ് പ്രകാരം വർക്ക് ചെയ്ത് പൂർത്തീകരിക്കുന്ന സമയത്ത് റോഡിലേക്ക് ആക്സസ് ചെയ്യുന്ന ചരിഞ്ഞു എന്ന് പറഞ്ഞ് അത് ഓട എവിടെ ഇട്ടിട്ടുണ്ട്. ആ ഓട ഇട്ടേക്കുന്നത് ഇനി എനിക്ക് തോന്നുന്നു ഇളക്കിയിട്ടിരിക്കുകയാണോ, അതെന്തായാലും പുതിയ ഓടകളാണ്, നല്ല ഓടകളാണ്, നമ്മുടെ ഗവൺമെന്റ് ഇടുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ വീതിയുള്ള ഓടകളാണ്. ഓടകൾ നിർമ്മിച്ചിട്ടുണ്ട്, ആ ഓടകൾക്ക് സ്ലാബ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പഴയ രീതിയിലുള്ള സ്ലാബുകളൊന്നും അല്ല, പുതിയ സ്ലാബാണ്, നല്ല വീതിക്കാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ഉദ്ദേശ ശുദ്ധിയോടുകൂടി അവർ അത് നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പോൾ ഓട താഴ്ന്ന് ഇന്ത്യൻ ബാങ്കിന്റെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് വെള്ളം ഒഴുകി പോകുമ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള ഓട എവിടെ ഉണ്ട്, അതിന് മുകളിൽ സ്ലാബ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിൽ നിന്ന് ആ ബിൽഡിങ്ങിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 അടിയോളം ഉയരമുണ്ട്. 1.5 അടി അല്ലായിരിക്കും, ചിലപ്പോൾ 2 അടിയോളം ഉയരമുണ്ടാവും. ഞാൻ അവിടെ പോയി ഇന്ന് രാവിലെയാണ് നോക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഈ ചാനലുകളെല്ലാം ഘോരമായിട്ട് BJP-യുടെ സമരത്തെ വാഴ്ത്തുന്നു എന്നുള്ളതാണ്. എനിക്ക് BJP-യുടെ സമരത്തോടല്ല പ്രശ്നം, പക്ഷെ അവർ ആ സമരം ചെയ്യുന്നതിന്റെ ഉദ്ദേശശുദ്ധിയാണ്. അങ്ങനെയാണെങ്കിൽ ആ കടക്കാർക്ക് വാഹനം കയറ്റുവാനുള്ള സംവിധാനം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. എങ്ങനെയാണ് മുനിസിപ്പാലിറ്റി അവിടെ വാഹനം അറേഞ്ച് ചെയ്യേണ്ടത്? അവർ ആ വാഹനം കയറിപ്പോകാൻ, ആ ഓട കവർ ചെയ്ത് അവരുടെ കോമ്പൗണ്ടിലേക്ക് വാഹനം കയറുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു കൊടുക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാ. കടകൾ വരുമ്പോൾ ഞാൻ അതിന് ഉദാഹരണമായി കൊട്ടാരക്കര തൃക്കണമംഗൽ മുതൽ കൊട്ടാരക്കര ചന്തമുക്ക് വരെയുള്ള അത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ മൊത്തം ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഏകദേശം അത്തരത്തിലുള്ള നിർമ്മാണങ്ങളേ ഉള്ളൂ. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്ക് തിരിയുന്നിടത്തുള്ള കെട്ടിടങ്ങളെല്ലാം വലതുവശത്ത് നോക്കി റോഡിൽ നിന്നാണ് ആക്സസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവരാകുമ്പോൾ യഥാർത്ഥത്തിൽ റോഡിൽ നിന്നല്ല ആക്സസ് ചെയ്യുന്നത്. റോഡ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് കുറച്ച് സ്ഥലം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ സ്ലോപ്പ് ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് വാഹനം കയറുന്ന രീതിയിലേക്ക് അത് മാറ്റിയത്. അത് എൻ്റെ വീഡിയോയിൽ ഞാൻ വ്യക്തമായി കാണിക്കുന്നുണ്ട്, നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ സമരങ്ങൾ ആഭാസ സമരങ്ങളാവരുത്. അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രതിഷേധിച്ച് പിറ്റേന്ന് കളഞ്ഞിട്ട് പോകുക ഒരു നിർമ്മാണ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. പല സമരങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഒരു സോഷ്യൽ മീഡിയ വിളിച്ചുകൊണ്ട് വന്ന് പ്രതിഷേധം അറിയിക്കുന്നു. ആ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വന്ന് എന്തെങ്കിലും ഒരു സമരം ഒന്ന് കാണിച്ചു കൂട്ടുന്നു, പോകുന്നു. കൊട്ടാരക്കര ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ആയാലും ശരി, മറ്റുള്ളിടത്ത് എവിടെ ആയാലും ശരി, ഒരു വാർത്തയാണ് പ്രാധാന്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന ഓരോ കടകൾക്ക് മുന്നിൽ നിങ്ങൾ സമരം ചെയ്യേണ്ടി വരും. യഥാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റി ടാക്സ് അടച്ച് അവരത് ചെയ്യുമ്പോൾ അവർക്ക് പാർക്കിങ്ങിന്റെ സൗകര്യം, അവർ ബിൽഡിങ്ങിനകത്ത് വെച്ചിട്ടുണ്ട്. 750-800 സ്ക്വയർ ഫീറ്റിന് ഒരു കാർ പാർക്കിംഗ് വെച്ച് അവിടെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിന് ആവശ്യമായ എല്ലാ നിർമ്മാണ പ്രവർത്തനം ടൗൺ പ്ലാനറുമായി ബന്ധപ്പെട്ട് എല്ലാം ചെയ്തിട്ടായിരിക്കും അവർ ലൈസൻസ് കൊടുക്കുന്നത്. ലൈസൻസ് കൊടുക്കാനുള്ള മാനദണ്ഡങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്യാം, അത് വിവരാവകാശം ചോദിക്കാം, അതൊക്കെ അംഗീകരിച്ചു. പക്ഷേ ഇതിനെ തടസ്സപ്പെടുത്തുന്ന എന്തിന്റെ അടിസ്ഥാനം? പിന്നെ അപ്പൊ ചോദിക്കും, ഞാൻ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇയാളെ അറിയത്തൊന്നുമില്ല, അവിടെ പണി ചെയ്യുന്ന ഒരുത്തൻ, ഞാൻ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരാൾ പാവപ്പെട്ട ഒരു തമിഴനാണോ ആരോ ഒരാൾ ഇറങ്ങി വരുന്നുണ്ടോ, അതോ ബംഗാളിയാണോ, അവന് പക്ഷേ മലയാളം അറിയാം. അവനോട് ഞാൻ ചോദിച്ചു ആരുടെയാണ് ഈ ബിൽഡിംഗ് എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു അല്ല അമ്പലക്കരക്കാരുടെ ആയിരിക്കും, കാരണം അതിന് തൊട്ടടുത്ത വീട് അവരുടെയാണ്. പക്ഷെ അയാൾ പറഞ്ഞു കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിന്റെ ബാക്കിലുള്ള ആരുടെയാണെന്ന്. എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആ ഒരു ഉദ്ദേശശുദ്ധിയല്ല. നമ്മളൊരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഒന്ന് സമരം തടസ്സപ്പെടുത്തി എന്ന് പറയുന്ന വലിയൊരു ഇതല്ല. അതിന് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ എന്താ കാണിച്ചേക്കുന്നത് ഞാൻ പറഞ്ഞു. അതിന് തൊട്ടപ്പുറത്ത് ഹൈലാൻഡിന്റെ അവിടെ എങ്ങനെയാണ് റോഡിൽ നിന്ന് ആക്സസ് ചെയ്യുന്നത്? എല്ലായിടത്തും ഇത്തരത്തിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്കിന്റെ അവിടെ അങ്ങനെയാണ്. ഇന്ത്യൻ ബാങ്കിന്റെ അവിടെ നിന്ന് മേലോട്ട് വരുന്ന എല്ലാ റോഡുകളും നമ്മുടെ SNDP ഓഫീസിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ പത്മ കഫേയിലേക്ക് പോകുന്നത് NSSന്റെ ഓഫീസിലോട്ട് വരുന്നത് ഇങ്ങനെ സ്ലോപ്പ് കയറിയാണ് പോകുന്നത്. എല്ലാ ബിൽഡിങ്ങുകളും ഞാൻ എടുത്തിട്ടുണ്ട്. കോട്ടയ്ക്കൽ ആയുർവേദശാല, അവിടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ തന്നെ ഓടയ്ക്ക് മുകളിൽ കൂടാണ് അവർ ചെയ്തേക്കുന്നത്. ഓടയ്ക്കകത്തല്ല, ഇത് ഓടയ്ക്ക് മുകളിലുള്ള സ്ലാബുകൾ പോലും കൃത്യമായി കാണിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവിടേക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ സ്ലാബിന്റെ മുകളിൽ കൂടി ഇട്ട് കയറിപ്പോയേക്കുക. അതുകൊണ്ട് സമരം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ സമരം ചെയ്യാൻ വേണ്ടി ഒരു സമരം എന്ന് പറയുന്ന സംഭവത്തോട് യോജിപ്പില്ല. അത് BJP ചെയ്താലും കോൺഗ്രസ് ചെയ്താലും കമ്മ്യൂണിസ്റ്റ് ചെയ്താലും ഈ സമരത്തിന് ഒരു ക്വാളിറ്റി വേണം.
അത് ആ ഒരു ക്വാളിറ്റി നിലനിർത്താൻ നമുക്ക് കഴിയണം. ഏതെങ്കിലും ഒരു എനിക്കും ഒരു ചാനൽ ഉണ്ട് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഞാൻ സംസാരിക്കുന്നവനാണെന്ന് പറഞ്ഞ് ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന സാധനം പാടില്ല. നാടിന്റെ നന്മയ്ക്കെതിരെയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെയാണ്. സമരം ചെയ്യാൻ ഇഷ്ടംപോലെ സമരം ചെയ്യാൻ ഇന്ത്യയിലുണ്ട്. ഒന്ന്, ഗ്യാസിന്റെ വിലയ്ക്കെതിരെ സമരം ചെയ്യാം, പെട്രോളിന്റെ വില വർദ്ധിച്ചതിന്, ഡീസലിന്റെ വില വർദ്ധിച്ചതിന് സമരം ചെയ്യാം, ഇവിടെ തൊഴിലില്ലായ്മയ്ക്കെതിരെ സമരം ചെയ്യാം, ഇവിടുത്തെ പോസ്റ്റൽ സംവിധാനത്തിനെതിരെ സമരം ചെയ്യാം, ഇവിടെ വിവരാവകാശ നിയമങ്ങളെ ലംഘിക്കുന്നതിന് വേണ്ടി പുതിയ നിയമം കൊണ്ടുവരുന്നതിനെതിരെ സമരം ചെയ്യും, എഫ്സിൽ ഫൈനലിനെതിരെ, വ്യാപാര കരാറിനെതിരെ സമരം ചെയ്യും, ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ വർധനവ്, ഇത് നമ്മൾ ലോകം കണ്ടില്ലാത്ത വർധനവ് കേരളത്തിലുണ്ടല്ലോ, വലിയ വർധനവല്ല ഉള്ളത്. ഇലക്ട്രിസിറ്റി അതായത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ കറണ്ട് കട്ടില്ല എന്ന് പറയുന്നത്. കറണ്ട് കട്ടില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്രമാത്രം പൈസ കൊടുത്ത് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഡയറക്റ്റ് വാങ്ങുന്നതിന് തുല്യമാണ് കറണ്ട്. അപ്പൊ അതുപോലെയുള്ള വിലക്കയറ്റം, നിത്യോപ സാധനങ്ങളുടെ വില വർദ്ധിച്ചതിനെ പറ്റി, തൊഴിലില്ലായ്മ സമരം ചെയ്യുക, ഇവിടുത്തെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുക. ഇതിൽ ഏത് സമരങ്ങളാണ് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ട സമരങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. ജനങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഒരു പ്രസ്ഥാനവുമായി ഒരാൾ വരുമ്പോൾ അയാൾ ഇതിന്റെ നൂലാമാല എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ്, ഒരു റിയൽ എസ്റ്റേറ്റ് ആണ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഒരു സംഭവം. അതായത് ലാൻഡ് വാങ്ങുന്നതിന് മുമ്പേ പൈസ കൊടുക്കണം, ലാൻഡ് അതായത് പേപ്പർ വർക്ക് 12% വെച്ച് കൊടുക്കണം, അത് പ്രോപ്പർട്ടി ലാഭകരമാണെന്നുണ്ടെങ്കിൽ അതിന്റെ 30% കൊടുക്കണം. യഥാർത്ഥത്തിൽ വലിയ നൂലാമാലകളുള്ള ഒരു സംവിധാനമാണിത്. അതോടൊപ്പം തന്നെ ഈ ഷോപ്പൊക്കെ തുടങ്ങുമ്പോൾ അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള, ഇനിയിപ്പോൾ പിരിവുമായി ബന്ധപ്പെട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല, ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. നിങ്ങൾ പിരിക്കുകയോ പിരിക്കാതിരിക്കുകയോ, രാഷ്ട്രീയ പാർട്ടികൾ പിരിക്കും, രാഷ്ട്രീയ പാർട്ടികൾ പിരിക്കണം. അത് കാരണം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാരണം സാമൂഹ്യപരമായ വിഷയങ്ങളിൽ ഇടപെടുന്നത് സംഭവം ചെയ്യണം. ഉള്ള സമരത്തിനു വേണ്ടി സമരാഭാസം നടത്തുന്ന നിലപാടുകളോട് യോജിപ്പില്ല. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും. ഒരിക്കൽ കൂടി പറയാം, ഇത് രാഷ്ട്രീയത്തിന്റെ മുഖം വെച്ചല്ല. ഇന്നലത്തെ സമരത്തോട് യോജിപ്പില്ല, അതാണ് സത്യം.